നീന്തൽ പഠിപ്പിക്കുന്നത് ആക്ച്വലി ഒരു 3 വയസ്സാകാതായപ്പോഴാണ്. 3 മാസം തൊട്ടേ നമ്മൾ ഇവളെ വെള്ളത്തിലൊക്കെ ഇറക്കുമായിരുന്നു. അങ്ങനെ അപ്പം വെള്ളത്തിനോട് കൂടുതൽ ഒരു ആകർഷണം കൊച്ചിന് തോന്നി. വേമ്പനാട് കായൽ കുറുകെ നീന്തിക്കടന്ന റെക്കോർഡുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് വെറും 3 വയസ്സും 10 മാസവും മാത്രം പ്രായമുള്ള ഒരു കൊച്ചുമിടുക്കി. കോട്ടയം ചിങ്ങവനം സ്വദേശികളായിട്ടുള്ള കൃഷ്ണകുമാർ ക്രിസ്റ്റീന ദമ്പതികളുടെ മകൾ എസ്തേർ കൃഷ്ണകുമാറാണ് ഇത്തരത്തിൽ ഒരു അപൂർവ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 5.5 കിലോമീറ്റർ ദൂരമാണ് 2 മണിക്കൂർ കൊണ്ട് ഈ 3 വയസ്സും 10 മാസവും മാത്രം പ്രായമുള്ള കൊച്ചുമിടുക്കി നീന്തി കയറിയത്. ആ മിടുക്കിക്കുട്ടി തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. എസ്തേർ അല്ലേ? ആര് നീന്താനൊക്കെ പഠിപ്പിച്ചേ? അബ്ദുൽ കലാം മാസ്റ്റർ ആണ് നീന്താൻ പഠിപ്പിച്ചത് അല്ലേ? സ്കൂളിൽ പോകുന്നുണ്ടോ? അംഗനവാടിയില്. ഓ, കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? മോൻ ഇങ്ങനെ കായലിലൊക്കെ നീന്തി കയറിയപ്പോ കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? അവരെന്നാടില്ലേ ഇഷ്ടത്തോടെ കെട്ടിപിടിച്ചു. പക്ഷെ അവരെനിക്ക് മുട്ടായി തന്നു. മാമനെ നീന്താൻ അറിയില്ല. മാമനെ കൂടെ പഠിപ്പിക്കോ നീന്താൻ? പഠിപ്പിക്കാം. കാലും കൈയും അടിച്ച് നീന്തണം, അല്ലേ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ. ഓക്കെ, മോൻ എവിടെയാ നീന്തി പഠിച്ചത്? എവിടെയാ? മീനച്ചിലാറ്റിൽ അല്ലേ? ഓക്കെ. അപ്പോൾ എസ്തേറിന്റെ മാതാപിതാക്കളാണ് നമുക്കിപ്പം ചേരുന്നത്. അപ്പം കുഞ്ഞിന് എത്ര വയസ്സ് മുതലാണ് നീന്തൽ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്? നീന്തൽ പഠിപ്പിക്കുന്നത് ആക്ച്വലി ഒരു 3 വയസ്സാകാതായപ്പോഴാണ് നീന്താൻ അവിടെ കുമ്മനത്ത് കൊണ്ട് ചേർക്കുന്നത്. ജീവൻ രക്ഷാ അക്കാദമിയിലാണ് നമ്മൾ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടി ചേർത്തത്. അവിടെ അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്ന സാറാണ് ട്രെയിനിങ് ഒക്കെ കൊടുത്തത്. 3 മാസം തൊട്ടേ നമ്മൾ ഇവളെ വെള്ളത്തിലൊക്കെ ഇറക്കുമായിരുന്നു. നമ്മുടെ ഒരു സുഹൃത്ത് സ്ക്യൂബ ഡൈവറാണ്, പോലീസുകാരനാണ്, ഷെബിൻ എന്നാണ് പേര്. അപ്പം അദ്ദേഹമാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പം അവിടെ ഒരു അമ്പലക്കുളമൊക്കെ ഉണ്ട്. അമ്പലക്കുളത്തിലൊക്കെ ഇറക്കുകയും അവരുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് പോയിട്ട് അവിടെ വെള്ളത്തിലൊക്കെ ഇറക്കി ഇവളെ പേടിയൊക്കെ മാറ്റി എടുത്തിരുന്നു. പിന്നെ ഈ ആസാദ് എന്ന് പറയുന്ന സാറ് ഇവരുടെ ഒരു ഫാമിലിയിലുള്ളതാണ്. അപ്പം അദ്ദേഹം തന്നെയാണ് നമ്മളെ ആസാദ് സാറിൻ്റെ അടുക്കെ കൊണ്ടുപോകുന്നതും ഒക്കെ. 3-ാമത്തെ വയസ്സിൽ നീന്തൽ പഠിപ്പിച്ചു തുടങ്ങിയതാണ്? അതെ. ആദ്യം നമ്മൾ അഷ്ടമുടിക്കായലിൽ ഒരു ഫ്രീഡം ഫെസ്റ്റ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് അവിടെ നീന്തി. അതിനുശേഷം ആണ് നമ്മൾ വേമ്പനാട്ട് കായലിലെ പ്രോഗ്രാം ചെയ്യുന്നത്. കൂടെ ഒരു 10 കുട്ടികളും കൂടി 9 കുട്ടികളും കൂടി, അവർ ടോട്ടൽ 10 കുട്ടികളായിരുന്നു നീന്തിയത്. അതിലേറ്റവും ചെറിയ കുട്ടിയാണ് ഇവള്. ഇപ്പം എന്തൊക്കെ റെക്കോർഡുകളാണ് ഈ കൊച്ചുമിടുക്കി സ്വന്തമാക്കിയിരിക്കുന്നത്? ഇപ്പം നാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ഉണ്ട്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡാണ് നേടിയിരിക്കുന്നത്. ഇതിൽ അച്ഛനും അമ്മയ്ക്കും നീന്തൽ അറിയാവുന്ന ആളുകളാണോ? ഞങ്ങൾക്ക് 2 പേർക്ക് നീന്തൽ അറിയത്തില്ല. എന്നാൽ അത്യാവശ്യം ഒരു കുറച്ച് മുന്നോട്ട് നീന്തും. എനിക്ക് അത്രയും പോലും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇവളെ പഠിപ്പിച്ചതിന് ശേഷം ഈ കഴിഞ്ഞിടയ്ക്ക് നീന്താൻ പഠിച്ചു. ഇങ്ങനെ കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കണം എന്നൊരാഗ്രഹം തോന്നാനുള്ള കാരണം എന്താ? കൂടുതലും മുങ്ങിമരണങ്ങളൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ ന്യൂസിനകത്തൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നാളെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടി അങ്ങനെ ഒരു ആപത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മരണം ആ ഒരു ഇത് ഉണ്ടാവരുത്, അതിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും ചെറുതിൽ തന്നെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളാണ് ഈ പൂളുകളിലായി ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് തന്നെ കണ്ടു സ്കൂളുകളിലൊക്കെ പോയിട്ട് കുട്ടികൾ മരിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കഴിവ്, ഒരു സ്കില്ലാണ്, അത് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുത്താൻ വരുന്നത് വരെയെങ്കിലും നമ്മൾ അടിച്ച് പറിച്ച് നിൽക്കുക എന്നൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലും നിന്ന് രക്ഷപ്പെടുത്താൻ വരുന്നത് വരെ ആ കുട്ടികൾ സർവൈവ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കില്ല് പഠിപ്പിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അവരുടെ ക്ലാസ് നടക്കുന്നത് കുമ്മനത്താണ്, മീനച്ചിലാറ്റിലാണ് പഠിപ്പിക്കുന്നത്. അതും നല്ല ഒഴുക്കുള്ള ആണ്, നമുക്കെല്ലാവർക്കും അറിയാം. നല്ല ഒഴുക്കുള്ള സമയം, വെള്ളം പൊങ്ങുന്ന സമയത്തൊക്കെ വളരെ ശക്തിയേറിയ ഒഴുക്കാണുള്ളത്. ആ ഒഴുക്കിലെല്ലാം ഇവരെല്ലാം ആ സമയത്തും നമ്മുടെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് വരെയും നമുക്കവിടെ നീന്തലുണ്ട്. അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇല്ല, ആ സമയം വരെയും നല്ല ഒഴുക്കുള്ള സമയത്തും ഇവർ നീന്താറുണ്ട്. അടുത്ത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ നമുക്ക് ഈ സ്വിമ്മിങ്ങിൻ്റെ അതിൽ തന്നെ കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു പൂളിൽ വിട്ടിട്ട് അതിൻ്റേതായ രീതിയിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ അച്ഛൻ കൃഷ്ണകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. വേമ്പനാട് കായലിൽ 5.5 കിലോമീറ്ററാണ് കുഞ്ഞ് നീന്തി കയറിയത്. 5.5 കിലോമീറ്ററാണ് നീന്തി കയറിയത്. എത്ര സമയം എടുത്തിട്ടുണ്ടാവും? 2.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. 2.5 മണിക്കൂറോളം. ഈ കുഞ്ഞിനെ നീന്തൽ പഠിപ്പിച്ചപ്പോഴും ഇത്രയും വലിയൊരു നേട്ടം സ്വന്തമാക്കുമെന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ വിചാരിച്ചു ഇടയ്ക്ക് വെച്ച് ചിലപ്പം കട്ട് ചെയ്ത് കയറേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചായിരുന്നു.
പക്ഷെ അത് പ്രതീക്ഷിക്കാതെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു, അത്രേ ഉള്ളൂ. സന്തോഷം, വലിയ സന്തോഷം, വലിയ വലിയ സന്തോഷം. എനിക്ക് ഒരു അനിയനുണ്ട്, ആ, അനിയന്റെ പേരെന്താ? SR കൃഷികുമാർ. അനിയന് നീന്താൻ അറിയാവോ? അവനെ അറിയത്തില്ല, ഞാൻ അവനെ പഠിപ്പിക്കാവേ. മോൻ പഠിപ്പിക്കും. ഉം. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു കൊച്ചു മിടുക്കിയാണ് നമുക്കൊപ്പമുള്ളത്. കോട്ടയം ചിങ്ങവനം സ്വദേശിയായിട്ടുള്ള കൃഷ്ണകുമാർ ക്രിസ്റ്റീന ദമ്പതികളുടെ മകളാണ് എസ്തേർ. വെറും 3 വയസ്സും 10 മാസവും മാത്രമാണ് എസ്തേറിൻ്റെ പ്രായം. വേമ്പനാട് കായൽ കുറുകെ നീന്തി കടന്നുകൊണ്ട് റെക്കോർഡുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. കോട്ടയം ചിങ്ങവനത്തു നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.